ഹലോ, വെൽക്കം ബാക്ക്. ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗെദറിൻ്റെ തുടരും തുടരും പാർട്ടിൽ സെക്കൻഡ് ഭാഗമാണ് കേട്ടോ കാണുന്നത്. ലാസ്റ്റ് ഭാഗം, ഫൈനൽ പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതേ രാവിലെ റിസോർട്ടിനുള്ള ഒരു മോർണിംഗ് വ്യൂ ആണിത്. ഒരു 6 മണിയായി കാണും. ആരും എണീറ്റിട്ടില്ല. ഞാൻ മാത്രം വേഗം എണീറ്റ്. ആമി ഉറങ്ങിയിരുന്നു. അപ്പോൾ ആമീനെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ജസ്റ്റ് മോർണിംഗ് ഒന്ന് വൈബാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ പൂളിൻ്റെ അടുത്ത് കുറച്ച് മാറിയിട്ടൊരു ഏറുമാടമുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറിയിരിക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഇവിടെ തൊട്ട് മാറിയിട്ടൊരു ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. നാച്ചുറൽ ഒരു സ്ട്രീമുണ്ട്. പക്ഷെ ഞാൻ അവിടേക്കൊന്നും പോയില്ല, കാരണം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അപ്പോൾ പിന്നെ അവിടേക്കൊന്നും ഞാൻ പോയിട്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ ഏറുമാടം ലക്ഷ്യം വെച്ച് നടന്നതാണ്. തൊട്ടപ്പുറത്തെ കേവിൽ തന്നെ അമ്മയുണ്ട്. ഞാൻ ജസ്റ്റ് പോന്നപ്പോൾ അമ്മയുടെ കൂടെ പറഞ്ഞായിരുന്നു ആമീനെ ഒന്ന് ശ്രദ്ധിക്കണം. ആമിയുടെ അടുത്ത ഏട്ടനുണ്ട്, എന്നാലും ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏർമാടം. രാവിലെ ഒരു ചെറിയൊരു തണുപ്പും മഞ്ഞൊക്കെ അതിൻ്റെ ഇടയിൽ അവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ പോരുന്ന ഭാഗങ്ങളൊക്കെ കുറേ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ, ആമി ഉണർന്ന് അതൊന്നും എടുത്തിട്ടില്ല. കാരണം പിന്നെ രാവിലെ നമുക്കൊരു 11 ഒക്കെ ആകുമ്പോഴേക്ക് ചെക്കൗട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വേഗം ഷടപടേന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ റിസോർട്ടിൽ നിന്ന് ബൈ ബൈ പറയാണ്. ഞങ്ങൾ കുറച്ച് പേര്, നമുക്ക് അവിടെ ജീപ്പ് അവൈലബിൾ ആണ്. പക്ഷേ നടക്കാനുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. നടക്കാമെന്ന് കരുതി, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. വണ്ടി കയറിയ പാടെ നമ്മുടെ ലച്ചും ശിവയും കിങ്ങിനെയൊക്കെ കുറച്ച് നേരം തുള്ളാനുണ്ടായിരുന്നു കേട്ടോ. കയറിയ പാടെ ഉഷാറിൽ അത് വലിയ മാമൻ അവരവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. മതി ഇരുന്നത്, വന്ന് ഡാൻസ് ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെ മാമന്മാരുടെ കൂടെ അവർ ഇറങ്ങിയതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്നുള്ള ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പോയ സമയത്ത് മഴയായിരുന്നു. മഴ നല്ല ന്യൂനമർദ്ദം വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒരു ഗെറ്റ് ടുഗെദർ പോലെ മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കാരാപ്പുഴ ഒന്ന് ഇറങ്ങി. കാരാപ്പുഴ ഇറങ്ങിയപ്പോൾ ഞാനൊന്നും പോയില്ല, കാരണം കാരാപ്പുഴ ഞാൻ കണ്ടതാണ്. പിന്നെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സമയം ചിലവഴിച്ചത് ഇവിടെ നമ്മുടെ പൂക്കോട് ലേക്കിലാണ്. അവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഞാനും കയറുന്നില്ല, ഞാൻ കണ്ടതാണ്, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കാണാൻ പോയി. കുറേ പേര് ബസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങിട്ടോ. കുറച്ച് പേര് പുറത്തും കുറച്ച് പേര് അകത്തുമായിരുന്നു. ഇവിടെ ലേക്കിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഭക്ഷണ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഈ കുരങ്ങന്മാരെ കണ്ണുവെട്ടിച്ച് പോകാമെന്ന് പറഞ്ഞ ടാസ്ക്കാണ്. ഞങ്ങൾ ലൈവായിട്ട് കണ്ടത് ഒരാൾ ഒരു പോപ്കോൺ വാങ്ങിച്ചങ്ങ് പോവുക. അപ്പം ഒരു കുരങ്ങൻ വന്ന് പോപ്കോൺ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ നിന്നപ്പോൾ അയാൾ കുറച്ച് അവിടെ നിലത്തിട്ട് കൊടുത്തു. പക്ഷെ സമ്മതിച്ചില്ല, അയാൾ മുന്നോട്ട് പോകാനും കുരങ്ങൻ സമ്മതിച്ചില്ല. പോപ്കോണിൻ്റെ കവർ മുഴുവൻ അവസാനം അയാൾക്ക് കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്തു പോവേണ്ടി വന്നു. ഭയങ്കര അക്രമമാണ് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങളത് അവിടെ മൊത്തം ഒന്ന് നടന്ന് കണ്ടു. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ബോട്ടിങ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് റീൽസൊക്കെ ചെയ്ത് ഞാൻ അവിടെ നിന്നിട്ട് കുറച്ചല്ല, ഒരു റീൽ ചെയ്തു. എന്തായാലും വന്ന സ്ഥിതിക്ക് വെറുതെ അങ്ങ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഇവിടെ ഒന്നും ആസ്വദിക്കാനില്ല. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓരോരുത്തർക്ക് ഓരോ കടയിലും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട് കയറിയിട്ടോ. ലേക്കിൻ്റെ എൻട്രീൻ്റെ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഗാന്ധി ഗ്രാമത്തിൻ്റെ ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാനതൊക്കെ ഒന്നിങ്ങനെ നോക്കി. പിന്നെ അവരുടെ തന്നെ ഒരു എല്ലാം എന്താ അതിന് പറയാം, നിങ്ങൾ കണ്ടോ, എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ട് പലതരം ഐറ്റംസ് ഉണ്ട്. ഒരുപാടെണ്ണം അവിടെ തന്നെ നിർമ്മിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം കോസ്റ്റ്ലി ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, അവിടുത്തെ ആളുകൾ തന്നെ നിർമ്മിച്ചത്. ആ ബാഗുകൾ, ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നടന്ന് കാണാൻ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. ഞാൻ ആകെ വാങ്ങിയത് അമ്മായിക്ക് ഞാനൊരു ഇങ്ങനെ വേദനകൾക്കുള്ളൊരു മരുന്ന് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു ശിക്കക്കായയുടെ ഷാമ്പു വാങ്ങിച്ചു.
പിന്നെ ഒരു അലോവേരയുടെ ജെൽ. അലോവേര ജെൽ എപ്പോഴും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന ഒരു സാധനം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ആയി. നാച്ചുറൽ അലോവേര ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് മൊത്തം കേടായി പോയിരുന്നു. അപ്പോൾ ഞാനൊരു അലോവേര ജെല്ലും ഷിക്കക്കായുടെ ഷാമ്പൂ വാങ്ങി കേട്ടോ. ചേച്ചി അതന്നെ, ചേച്ചി റോസ് വാട്ടറോ പിന്നെ ഷിക്കക്കായുടെ ഷാമ്പൂ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ മുളങ്കുറ്റി പുട്ടുകുറ്റിയാണ്, ചിരട്ടപ്പുട്ടിനുള്ളത് അതുണ്ട്. ഒരുപാട് ഐറ്റംസ് അവിടുത്തെ ട്രൈബൽസ് ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കാണാൻ ഭയങ്കര കൗതുകം, നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണും, പിന്നെ എൻഡിലെ വിശേഷങ്ങളൊന്നും കാണാണ്ടാവില്ല. പിന്നെ തിരിച്ചു പോന്നിട്ട് നമുക്ക് എവിടെയും ഇറങ്ങാണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാനൊന്ന് ഇറങ്ങി, പിന്നെ നേരെ വീട്ടിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുള്ള ഭാഗങ്ങളൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനൊക്കെ നിർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ആമി ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ആമിക്ക് ഒന്നും വേണ്ടായിരുന്നു വൈകിട്ടായപ്പോഴേക്ക്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇതിലങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല, അവളുടെ കാര്യം നോക്കാൻ നിന്ന്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ അധികം അങ്ങനെ ആക്റ്റീവായിരുന്നില്ല. തിരിച്ച് പോയിട്ട് മീൻസ് രാത്രിയായപ്പോൾ പിന്നെ എല്ലാവരും തളർന്നു, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഒരുപാട് വീഡിയോസ് മിസ്സിങ് ആണ് പാർട്ട് 2-ൽ. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങളൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. മെയിൻ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാരാപ്പുഴ ഇറങ്ങിയിട്ടുണ്ടായില്ല, അപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. എനിക്ക് സിപ്പ് ലൈനൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സിപ്പ് ലൈന് പോയിടത്തൊന്നും കണ്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് മുതിർന്നില്ല. ട്രിപ്പിൻ്റെ എൻഡ് ആയപ്പോഴേക്കും എല്ലാവരുടെയും അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാവരും സൈഡായി. നമ്മൾ എൻജോയ്മെൻറ്റ് മാത്രമല്ലല്ലോ, സൈഡായത് വീഡിയോയും കൂടെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതും കൂടെ എടുത്തത്. കണ്ടൊക്കെ 3 അട്ടിക്കിട്ട പോലെ കിടക്കണേ. അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കുറച്ച് നേരം കളിക്കും, പിന്നെ അത് എവിടെയെങ്കിലും പോയി സൈഡാവും 3 കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ട്രിപ്പ്. ഇനി എന്ന് പോകും എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ എല്ലാവർക്കും താല്പര്യമാണ് ഇനി ഒരു ഗെറ്റ് ടുഗദറും കൂടെ വേണം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഗെറ്റ് ടുഗദറാണ് കേട്ടോ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഫസ്റ്റ് ടൈം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്.